കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി ആർ.എൽ. നിതിൻ രാജിന്റെ കെട്ടിടത്തിൽ നിന്ന് ചാടി ജീവനൊടുക്കിയിട്ട് 2 മാസം കഴിഞ്ഞിട്ടും ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തപ്പെട്ട ഒന്നാം പ്രതി ഡോക്ടർ എം.കെ. റാമിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞില്ല. കോളേജ് അധ്യാപകന്റെ ജാതി അധിക്ഷേപവും ലോൺ ആപ്പ് ഭീഷണിയുമാണ് നിതിൻ രാജിനെ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കേസ് നിലവിൽ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന തിരുവനന്തപുരം സ്വദേശി നിതിൻ രാജ് ഓർമ്മയായിട്ട് ഇന്നേക്ക് 2 മാസം കഴിഞ്ഞു. കഴിഞ്ഞ ഏപ്രിൽ 10-നാണ് നിതിൻ കോളേജ് കെട്ടിടത്തിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തത്. മരണത്തിന് കാരണക്കാരായ പ്രതികൾ ഇപ്പോഴും നിയമത്തിന് മുന്നിൽ വരാത്തതിൽ കുടുംബത്തിന് വലിയ പ്രതിഷേധമുണ്ട്. കേസിലെ ഒന്നാം പ്രതിയും കോളേജ് അധ്യാപകനുമായിരുന്ന ഡോക്ടർ എം.കെ. റാമിനെ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസിനായിട്ടില്ല. മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതിയുടെ വാക്കാൽ നിർദ്ദേശമുള്ളതിനാലാണ് അറസ്റ്റ് വൈകുന്നതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിശദീകരണം. ക്രൈംബ്രാഞ്ചിലെ 2 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നത്. അസ്വാഭാവിക മരണം ഡിവൈഎസ്പി സുധീർ കല്ലനും ലോൺ ആപ്പ് ഇടപാട് ഡിവൈഎസ്പി ജീവൻ ജോർജുമാണ് അന്വേഷിക്കുന്നത്. പ്രതിക്കായി ആന്ധ്രയിലും കർണാടകയിലും പരിശോധന നടത്തിയെന്ന് പോലീസ് അവകാശപ്പെടുമ്പോഴും അന്വേഷണം അട്ടിമറിക്കാനാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയതെന്ന് നിതിന്റെ കുടുംബം ആരോപിക്കുന്നു. കേരള പോലീസിൽ വിശ്വാസം നഷ്ടപ്പെട്ടെന്നും CBI അന്വേഷണം വേണമെന്നുമാണ് നിതിന്റെ പിതാവ് രാജന്റെ ആവശ്യം. അതേസമയം മരണത്തിന് പിന്നിലെ മറ്റൊരു കാരണമായ ഓൺലൈൻ ലോൺ ആപ്പ് തട്ടിപ്പിനെക്കുറിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ്. 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.